ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഇതിൽ നമുക്ക് അറിയാം 6 ബ്ലോക്സ് ആണ് അല്ലേ ഉള്ളത്. ഇതിൽ 6 ബ്ലോക്സ് ഉണ്ട്. നമുക്ക് ആദ്യം ബ്ലോക്ക് വൈസ് എന്താണ് പറയുന്നത് നോക്കാം അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ബ്ലോക്ക് ഇസ് ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. എന്താ ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? യെസ്, എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ ആശയവിനിമയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് എന്താ? ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ അല്ലേ, അതല്ലേ? യെസ്, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആശയവിനിമയത്തിന്റെ ഒരു തുടക്കം, നമ്മൾ എന്താണ് ആശയവിനിമയം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ യൂണിറ്റ് 1 പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? യെസ്. പിന്നെ നമ്മൾ രണ്ടാമത്തേതിലോട്ട് പോകുമ്പം ഡിഫറെന്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ പല രീതികളും നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെയോ യൂണിറ്റ് 3 വരുമ്പോൾ ബാരിയേഴ്സ് ടു ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും നമുക്ക് ആശയവിനിമയം നടത്തുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏതൊക്കെ രീതിയിലാണ് തടസ്സങ്ങൾ വരിക, അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള വേ ഏതാണ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ബ്ലോക്ക് 1 വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 2 എന്താ വരുന്നത്? യെസ്, ബ്ലോക്ക് 2ന്റെ പേരെന്നെ നോക്കൂ, റീഡിങ് ദ എഫക്റ്റീവ് സ്കിൽ. എന്താണത്? വായന അല്ലെ. വായന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതെ, യെസ്. അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു റീഡിങ്, എന്താണ് വായന എന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 2 വരുമ്പോഴോ യെസ്, ടൈപ്സ് ഓഫ് റീഡിങ്, അതിന് ഏതൊക്കെ തരം റീഡിങ് ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 ആകുമ്പോഴോ യെസ്, എന്താണ്? എങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് റീഡിങ് മനസ്സിലാക്കാം, അതാണ് കോംപ്രഹെൻഷൻ. കോംപ്രഹെൻഷൻ പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കാം എന്നാണ് അല്ലെ. യെസ്. ദെൻ യൂണിറ്റ് 4 അനലൈസിങ് ലിറ്ററേച്ചർ, നമ്മൾ സാഹിത്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ബ്ലോക്കിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്, കുറച്ചും കൂടെ ഗ്രാമർ ബേസ്ഡ് ആണ് അല്ലെ. ഓക്കെ, കൂടുതലായിട്ട് നമുക്ക് കുറേ എന്താണ്, യെസ്, ഇങ്ങനെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്കൊരു ബേസിക് കാര്യങ്ങളെ നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ അല്ലെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് നമുക്ക് ഭാഷ എങ്ങനെ പുരോഗമിക്കാം എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് അല്ലെ. യെസ്, അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ദെൻ യൂണിറ്റ് 2 വരുന്നത് ഏതാ? യെസ്, സെന്റൻസ്. ദെൻ യൂണിറ്റ് 3 കോൺകോർഡ്. ദെൻ യൂണിറ്റ് 4 ടെൻസ് അല്ലെ, ബേസിക് ഫോംസ് ഓഫ് ടെൻസ്, പിന്നെ പ്രസന്റ്, അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. യെസ്. ദെൻ നമ്മൾ യൂണിറ്റ് 4 പോകുമ്പോഴോ യെസ്, എന്താണ് അതിൽ പറയുന്നത്? യെസ്, എന്താണ്? ബേസിക്സ് ഓഫ് റൈറ്റിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ബേസിക്സ്? നമ്മളിനി എഴുത്തിലോട്ട് പോവാണ് അല്ലെ. യെസ്, അപ്പം യൂണിറ്റ് 1 എന്താണ്? ഫണ്ടമെന്റൽ അപ്രോച്ച് ടു റൈറ്റിംഗ്. എന്താണ് മെയിൻ ആയിട്ട് അപ്രോച്ച്, നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെയോ യൂണിറ്റ് 2 പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ആൻസറിങ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത്, എങ്ങനെയാണ് അതിൽ നമ്മൾ പ്രോസസ്സ്, അത് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് യൂണിറ്റ് 2 ഇനിയോ യൂണിറ്റ് 3 വരുമ്പോഴോ യൂസ് വൊക്കാബുലറി ടു എക്സ്പ്രസ് തോട്ട്സ്. നമുക്കൊരു കാര്യം, നമ്മളെ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് വേർഡ്സ് വേണ്ടേ, അതാണ് അത് എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം, വൊക്കാബുലറിയും തോട്ട്സും എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനിയോ ബ്ലോക്ക് 5 വരുമ്പോൾ സമ്മറി, എസ്സേസ് ആൻഡ് റിപ്പോർട്ട്സ്. നമ്മൾ എക്സാമിനൊക്കെ എഴുതാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ എഴുതിയില്ലേ. യെസ്, അപ്പൊ അത് എങ്ങനെ നല്ല രീതിയിൽ എഴുതാം, സമ്മറി എന്താണ്, നമ്മൾ അതിനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, സമ്മറി വേഴ്സസ് പ്രിസൈസ്. പിന്നെ റൈറ്റിംഗ് അബ്സ്ട്രാക്റ്റ് ആണ് നമുക്ക് യൂണിറ്റ് 2 വരുന്നത്. പിന്നെയോ യൂണിറ്റ് 3 എസ്സേസ്. എന്താണ് എസ്സേ, എസ്സേ എങ്ങനെ നല്ല രീതിയിൽ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഓർക്കുന്നുണ്ടോ? യെസ്. ഇനി നമുക്ക് യൂണിറ്റ് 4 വരുമ്പോൾ റിപ്പോർട്ട്സ് ആണ് വരുന്നത്. പിന്നെയോ യൂണിറ്റ് 5 ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യണ്ടേ, പ്രൂഫ് റീഡ് ചെയ്യണ്ടേ, വീണ്ടും വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ തിരുത്തണ്ടേ, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 5 ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ബ്ലോക്ക് 5 ആണ് വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 6 എന്താ? എന്താണ്? പ്രാക്ടീസ് സെക്ഷൻ ആണ് അല്ലെ. ഇത്രയും നമ്മൾ നോക്കിയതൊക്കെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് നോക്കുന്നത് അല്ലെ. യെസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒരു ബ്ലോക്ക് 6 വരെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരുന്നു. അതിൽ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ?
എന്തായി നമ്മളെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എക്സാമിന്റെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ഓക്കെ ആണോ നിങ്ങൾ? നമ്മൾ തുടങ്ങിയാലോ? നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഞാനിങ്ങനെ യൂണിറ്റ് വൈസ് ആയിട്ട് ഞാൻ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ, റെഡി ആണോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിൽ പറയുന്നത്? നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ആശയവിനിമയം എന്ന് അറിയണ്ടേ? ഏതിൽ നിന്നാണ് അത് വന്നത് അറിയണ്ടേ? വേണം. അപ്പൊ നമ്മൾ എന്താ നോക്കുന്നത്? യെസ്, ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കയർ വിച്ച് മീൻസ് ടു ഷെയർ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് വന്നത് ലാറ്റിൽ നിന്നാണ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കയർ എന്നുള്ള വേർഡിൽ നിന്ന്. അതിന്റെ അർത്ഥം എന്താ? യെസ് മലയാളത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ. വാട്ട് ഇസ് ദാറ്റ് എന്ന് മനസ്സിലായില്ല. യെസ് എങ്ങനെയാണ്? മനസ്സിലായില്ല, ഒന്ന് ക്ലിയർ ആക്കി പറയോ? ഓക്കെ, എന്താണ്? യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ comes from the Latin word communicare which means to share. അതായത് എന്താണ്? കമ്മ്യൂണിക്കയർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ടു ഷെയർ, നമ്മൾ അങ്ങോട്ട് കൈമാറുന്ന രീതിയാണ് പറയുന്നത്. യെസ്, ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തോട്ട്സ് അങ്ങോട്ട് കൈമാറുക എന്നുള്ളതാണ് അല്ലെ. യെസ് വാട്ട് ഇസ് ദാറ്റ്? മനസ്സിലായില്ല. ഈ എക്സാമോ മലയാളത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ ഈ എക്സാം? ഇല്ലല്ലോ, കാരണം ഇംഗ്ലീഷ് അല്ലേ നമുക്ക് വരുന്നത്. ബി ഇംഗ്ലീഷ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ മലയാളത്തിൽ എഴുതുക? അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ, ഇത് നമുക്ക് ഈസി ആണല്ലോ. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, അതൊക്കെ ഓർത്തിട്ട് എഴുതിയാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്, ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവല്ലേ? ഓക്കെ, ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് എയിം. ഓക്കെ, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താ? Yes, communication is sharing information using symbols, signs, gestures or action. എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് കൈമാറി, എന്തെങ്കിലും ഒരു അറിവോ എന്തെങ്കിലും നമ്മൾ കൈമാറുന്നതിനാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്താ? ഇറ്റ്സ് എയിം ഈസ് ടു എക്സ്പ്രസ് ഐഡിയാസ്. നമ്മളെ ഐഡിയകൾ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഫീലിങ്സ് ഒരാളിട്ടും ഷെയർ ചെയ്യുന്നതാണ് എന്ത് യെസ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഡിസ്ക്രൈബ് ദ ബേസിക് കോമ്പണൻസ് ഫീച്ചർഡ് ഇൻ എ ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. എന്താ നമ്മളൊരു സാധാരണ ആശയവിനിമയം നടത്തൽ എങ്ങനെയാണ്? അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ ഒരു കാര്യം എങ്ങനെയാ പറയല്? യെസ്, നിങ്ങൾ ഒരു സെൻഡർ, അതായത് നിങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെൻഡറായി. അപ്പൊ സെൻഡർ, പിന്നെ ഒരു റിസീവർ ഉണ്ടാകും. എന്താണ് പറയുന്നത്? അത് മെസ്സേജ്. ഇപ്പോ നിങ്ങളൊരു മെസ്സേജ് ഒരാളോട് പറഞ്ഞു, നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടുന്നതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതാണ് യെസ്, ഫീച്ചർ എന്ന് പറയുന്നത്. സെൻഡർ, റിസീവർ, മെസ്സേജ് ആൻഡ് ഫീഡ്ബാക്ക്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താണ്, ഇനി ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ടോ? എന്താണ് അവസ്ഥ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ആർ ദ ടു മെയിൻ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? എന്താ രണ്ട് മെത്തേഡ്സ് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ? എന്താണ്? യെസ്, ഒന്ന് ഏത് രീതിയിലാണുള്ളത്? വേർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താ വേർബൽ? യെസ്, വേർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് അല്ലെ. യെസ്, യൂസസ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ്. നമ്മൾ ഒന്നെങ്കിൽ സംസാരിച്ച് പറയുന്ന രീതി അല്ലെങ്കിൽ എഴുതി പറയുന്ന രീതി. ഇതാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് നോൺ വേർബലിലോട്ട് വരുമ്പോഴോ എന്താണ്? ഓക്കെ, യൂസസ് ബോഡി ലാംഗ്വേജ്, സിംബൽസ് ഓർ പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വേർഡ്സ്. നോൺ വേർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുക, എഴുതുക ചെയ്യില്ല. എന്താണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ആംഗ്യമൊക്കെ കാണിക്കില്ലേ, സിംബൽസ്, അങ്ങനത്തെ ഒക്കെ വരുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ? എന്താ രണ്ട് തരം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ പറഞ്ഞു, നമ്മൾ വേർബൽ അല്ലാത്ത ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണ് നോൺ വേർബൽ. അതായത് നമ്മൾ ബോഡി ലാംഗ്വേജ്, സയൻസ് ഒക്കെ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഏത് രണ്ട് തരമാണുള്ളത് നോക്കാം. ഏതാണ്? വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക്.
uses signs, drawings, symbols like traffic signals. ഇപ്പൊ നമുക്ക് ട്രാഫിക് സൈൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ? അതിപ്പോ ആരോ പറഞ്ഞു തന്നിട്ടോ ചെയ്തു തന്നിട്ടോ ഒന്നും അല്ലല്ലോ. നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നത്? അതിന് സിംബൽസ് വെച്ചിട്ടാണ് അല്ലെ? യെസ്. അപ്പൊ ഒന്നത് വിഷ്വൽ ഓർ സിംബോളിക്. ഇനി നെക്സ്റ്റ് വണ്ണോ ഫിസിക്കൽ നോൺ വെർബൽ. അതായത് നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ ആംഗ്യമൊക്കെ കാണിക്കില്ലേ ബോഡി ലാംഗ്വേജ് കൊണ്ട്. യെസ്. ചിലപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെ? യെസ്. ഇതാണ് മെയിൻ ആയിട്ട് രണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇത്രയും ക്ലിയർ ആണോ? യെസ്. വാട്ട് ആർ ദ 4 മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ? ഇനി 4 ഒരു മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഏതാ നോക്കാം. നോക്കല്ലേ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. മനസ്സിലാകുന്നുണ്ടോ? യെസ്. പോയാലോ? യെസ്. ഇനി നമുക്ക് 4 മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലോട്ട് പോവാട്ടോ. ഓക്കെ. അപ്പോ ഫസ്റ്റ് വൺ അഗ്രസീവ്, പാസീവ്. പിന്നെ അടുത്തത് ഏതാ? പാസീവ് അഗ്രസീവ്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യെസ്. അസേർട്ടീവ്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്താ? അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം എന്ത്? യെസ്, ആംഗ്രി. നമ്മൾ ദേഷ്യത്തോടെ പറയുന്നതാണ് എന്ത്? യെസ്, അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. ഇനി പാസീവ് ആണെങ്കിലോ അത് കുറച്ച് കുഴപ്പമില്ലാതെ നമ്മൾ സമാധാനത്തിൽ കേൾക്കുന്നതാണ്, പക്ഷെ നമുക്ക് എന്താ ഉള്ളിൽ വേറെ എന്തൊക്കെയോ തോന്നുകയും ചെയ്യും. ഓക്കെ. പിന്നെയോ പാസീവ് അഗ്രസീവ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഏത്? യെസ്, പാസീവ് അഗ്രസീവ്. അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ എല്ലാതും കേൾക്കുന്നുണ്ടാകും, പക്ഷെ എനിക്ക് ഉള്ളിൽ എന്താ ദേഷ്യമുള്ള പോലെ അങ്ങനെ നമ്മൾ ചിലപ്പം അഭിനയിക്കൂലേ? യെസ്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കേണ്ടി വരികയാണ്, അങ്ങനത്തെ ഒരു അവസ്ഥ. ഓക്കെ. പിന്നെ അസേർട്ടീവ്. ഏതാ അസേർട്ടീവ്? യെസ്, ക്ലിയർ, കോൺഫിഡന്റ്, റെസ്പെക്ട്സ് ബോത്ത് സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് ഇതാണ് ഏറ്റവും നമുക്ക് ഉപകാരപ്രദമായ ഒരു കമ്മ്യൂണിക്കേഷന്റെ രീതി എന്ന് പറയുന്നത്. എന്താണ്? ഭയങ്കര ക്ലിയർ ആയിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കും, നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല രീതിയിൽ പറയുന്നതാണ് ഇത് അസേർട്ടീവ്. ഇങ്ങനെയാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ രീതി എന്ന് പറയുന്നത്. ഏതാണ്? യെസ്, അസേർട്ടീവ്. ഓക്കെ അല്ലേ? നിങ്ങള് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ? എടുത്തത് ഓർമ്മയുണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ അയച്ചേ. ഓക്കെ, അയക്കോ. ഓക്കെ. നമുക്കിനി നെക്സ്റ്റ് ഇതുവരെ എടുത്ത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ? എന്താണ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്? ഓർക്കുന്നുണ്ടോ? എന്താണ്? യെസ്, എൻകോഡിംഗ് ദ സെന്റർ ടേൺസ് ഐഡിയാസ് ഇൻ ടു സിംബൽസ് ഓർ വേർഡ്സ്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണ് എന്ത്? യെസ്, നമ്മൾ ജസ്റ്റ് ഒരു പറയുന്ന കാര്യമോ അല്ലെങ്കിൽ എഴുതുന്ന കാര്യമോ ആണ് എന്ത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ജസ്റ്റ് ഒരാളോട് ഒരു കാര്യം പറയാണ്, അതാണ് എന്ത്? എൻകോഡിംഗ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്. ഓക്കെ. ഇനി ഡീകോഡിംഗ് ആണെങ്കിലോ? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യം അത് ആൾക്കാർ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് എന്ത്? ഡീകോഡിംഗ്. ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ സിംബൽസ് ഓർ വേർഡ്സ്. ഓക്കെ. യെസ്, താങ്ക് യു. യെസ്, ഗുഡ്. അപ്പൊ നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്. ഗുഡ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. ഓക്കെ. ഇത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കുക കേട്ടോ. എവിടെ വരെ എത്തി പഠിച്ചതൊക്കെ? ഓക്കെ ആണോ? 4-ാം തീയതി ആണ് തോന്നുന്നു അല്ലേ ഇതിന്റെ എക്സാം? യെസ്, ഗുഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോയാലോ? പോലെ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് വരുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഗിവ് എക്സാമ്പിൾ. എന്താണ് വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷെ എന്നാലും അതിന് കുറച്ചും കൂടെ ഒന്ന് വാസ്റ്റ് ആയിട്ട് പറയാണ് കേട്ടോ. വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ 2 തരം പറഞ്ഞിരുന്നു. ഒന്ന് ഓറൽ, പിന്നെ റിട്ടൺ അല്ലെ? ഓറൽ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുക. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ഫോണിൽ സംസാരിക്കില്ലേ? അതാണ് എന്ത്? ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഒന്ന് വരുന്നത്. ഇനിയോ റിട്ടൺ എന്ന് പറയുമ്പോഴോ ലൈക്ക് റൈറ്റിംഗ് ലെറ്റേഴ്സ്, നമ്മൾ കത്തൊക്കെ എഴുതൂലേ? അതെന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ 2 ഉണ്ട്. ഒന്ന് ഓറൽ, ദെൻ റിട്ടൺ. മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡസന്റ് യൂസ് വേർഡ്സ്. നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ആംഗ്യഭാഷയിലൊക്കെ പറയുന്നതാണ്. നമ്മൾ ചിലപ്പം ഫേസ് കൊണ്ടൊക്കെ ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇടൂലേ? യെസ്, അതാണ് എന്ത്? യെസ്, എന്ത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് ഷേക്ക് അല്ലെങ്കിൽ സ്മൈൽ. എന്നൊക്കെ നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചിരിക്കുക. ഇതാണ് എന്ത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ ആണോ? യെസ്.
Then what are the types of communication based on style? Give example. എന്താണ് based on style? എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ്? എന്താണ് based on സ്റ്റൈലിൽ വരുന്നത്? ഏതാണ് ഒന്ന്? എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ? രണ്ടെണ്ണം ഉണ്ട് അല്ലെ മെയിൻ ആയിട്ട്. അതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോർമൽ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, കുറച്ചും കൂടെ ഭയങ്കര ഫോമേകാരം, ഭയങ്കര ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആയിക്കാരം ഉണ്ടാവുക. എന്താണ് ഒന്നും കൂടെ ഓഫീസ് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ 3 രീതിയുണ്ട്. ഏതാണ്? വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ. അത് 3 രീതിയിലുണ്ട്. ഇപ്പൊ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പ്രിൻസിപ്പലിന് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ടീച്ചറിനോട് പറയാനുണ്ടെങ്കിൽ അങ്ങനെ, അതാണ് വെർട്ടിക്കൽ. ഇനിയാ ഹൊറിസോണ്ടൽ ആകുമ്പോഴോ സ്റ്റുഡന്റ് ടു സ്റ്റുഡന്റ്, ഞാനിപ്പോ എന്റെ ഫ്രണ്ടിനോട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം, അങ്ങനെ. ഓക്കെ. ഇനി ഡയഗണൽ ആകുമ്പോഴോ ചിലപ്പം സ്റ്റുഡന്റ് ടീച്ചറിനോട് പറയും, ചിലപ്പോൾ സ്റ്റുഡന്റ് സാറിനോട് പറയും, അങ്ങനെ പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ് എന്ത് ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അത്. ഇത് കുറച്ചും കൂടെ ഒഫീഷ്യൽ കാര്യത്തിന് അല്ലെങ്കിൽ സ്കൂളില് ഇൻസ്റ്റിറ്റ്യൂഷനില് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഇനി നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ തന്നെ ഉണ്ട് എന്താണ് ഇൻഫോർമൽ. എന്താണ് വിതൗട്ട് റൂൾസ്. നമുക്ക് ഒരു റൂൾസ് ഒന്നും ഇല്ലാതെ കാഷ്വൽ ആയിട്ട് നമ്മൾ വെറുതെ സംസാരിക്കൂലേ? ഇപ്പൊ നമ്മളെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് അല്ലെ, അതെന്താണ് കാഷ്വൽ ടോക്സ് ആണ്. അതിന് നമ്മൾ എന്ത് പറയും? ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാട്ടോ, ഏതാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്? അപ്പൊ നിങ്ങൾ എന്താ എഴുതണ്ടേ? യെസ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഗുഡ്. ഓക്കെ ആണോ? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ. ദെൻ വാട്ട് ആർ ദ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പീപ്പിൾ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ സ്റ്റൈൽ ആണ് അല്ലെ. ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പീപ്പിൾ, അതിൽ ഏതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്? ഏതാ? യെസ്, ഫസ്റ്റ് വൺ ഇൻട്രാ പേഴ്സണൽ. എന്താ ഇൻട്രാ പേഴ്സണൽ? നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യം നമ്മൾ എന്താണ് ചെയ്യുക? എന്താ ഫോർ എക്സാമ്പിൾ റിമെമ്പറിങ് സംതിങ് ആൻഡ് ഫീലിംഗ് ഹാപ്പി. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിലപ്പോൾ നമുക്ക് സന്തോഷം വരൂലേ? അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു കാര്യം ആലോചിച്ചിരിക്കും. ചിലപ്പോൾ എന്താ വെറുതെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെടുകയും ചെയ്യും. അതാണ് എന്ത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇനിയോ ഡയാഡിക്. 2 ആൾക്കാർ, ഡയാഡിക് ബിറ്റ്വീൻ 2 പീപ്പിൾ. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്, അതാണ് എന്ത് ഡയാഡിക്. ഇനിയോ സ്മോൾ ഗ്രൂപ്പ്. അറിയാലോ, നമ്മൾ കുറച്ച് പേര് കൂടി സംസാരിക്കുന്നതാണ് എന്ത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനിയോ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. എന്താ പബ്ലിക്? ഒരാളുണ്ടാകും, എന്നിട്ട് കുറെ പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും അല്ലെ. ഇപ്പൊ ഇയാളെ സ്പീച്ച് ലൈക്ക് സ്പീച്ചസ് അല്ലെ, പുറത്ത് പോയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. യെസ്, അതാണെന്ത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. യെസ്. ഓക്കെ. ദെൻ അടുത്തത് എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ യെസ് കുറെ പേർക്ക് എത്തുന്നതാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഒന്നെങ്കിൽ നമ്മൾ റേഡിയോ, മെയിൻ ആയിട്ട് റേഡിയോ ആണല്ലേ. അപ്പൊ കുറെ പേർക്ക് നമ്മൾ ഇൻഫോർമേഷൻസ് എത്തും അല്ലെ. അതാണ് എന്ത് നമ്മൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പീപ്പിളില് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഓക്കെ. നെയിം 3 ടെക്നിക്സ് ദാറ്റ് ഹെൽപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ വർക്ക്. അപ്പൊ 3 ടെക്നിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ അത് വർക്ക് ആകുന്നു എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനുള്ളൊരു 3 ടെക്നിക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 3 പൊടിക്കൈകളായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഷോ എന്തൂസിയാസം. എന്താ എന്തൂസിയാസം പറഞ്ഞാല്? എന്താണ്? യെസ്, നമുക്ക് എന്താണ് ഇപ്പൊ ഒരാൾ കാര്യം പറയുമ്പോൾ അവരോട് ഇപ്പൊ അവര് നല്ല രീതിയിലൊരു കാര്യം പറഞ്ഞു വരിക. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഇരുന്നാല് അയാൾക്ക് നമ്മളോട് കാര്യം പറയാൻ തോന്നോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല താല്പര്യ രീതിയിൽ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ താല്പര്യമുള്ള പോലെ ഇരിക്കുക. ഇനിയോ യെസ്, ഇനി നമ്മൾ അവർ പറയുന്നതിന് യെസ് അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഇതാണ് എന്ത് ഷോ എന്തൂസിയാസം. ഓക്കെ അല്ലേ? ഓക്കെ. യെസ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ടോ എന്നിട്ടോ. ഓക്കെ. യെസ്. ഇനി നെക്സ്റ്റ് വൺ ബി എംപത്തറ്റിക്. എന്താ എംപത്തറ്റിക്? യെസ്, ട്രൈ ടു ഫീൽ വാട്ട് ദ അതർ പേഴ്സൺ ഫീൽസ്. ഷോ എന്തൂസിയാസം, ബി എംപത്തറ്റിക്. അതായത് മറ്റുള്ളവരെ ഒരു അവസ്ഥയിൽ നമ്മളും പങ്കുചേരുക. ഓക്കെ. ഇപ്പൊ അവർ നല്ല ഹാപ്പി ന്യൂസ് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ പങ്കുചേരുക. സാഡ് ന്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞ് നമ്മൾ അവരെ സമാധാനിപ്പിക്കുക. ഇതാണ് എന്ത് ബി എംപത്തറ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്തതോ ബി ക്ലിയർ. എന്താണോ പറയുന്നത് അത്
നല്ല രീതിയിൽ പറയാം, ഒരു കൺഫ്യൂസ്ഡ് ആക്കരുത്. ഓക്കെ, യെസ്, ഇതാണ് 3 ടെക്നിക്സ് പറയുന്നത്. ഇനി യെസ്, ഇത്രയും ക്ലിയർ ആണോ? ആണോ? ഓക്കെ അല്ലേ? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? യെസ്. ഇനി നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 3 പോകാം. എന്താണ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ബാരിയേഴ്സ് ആണ് അല്ലെ. ഏതൊക്കെയാണ് ഈ ബാരിയേഴ്സ് നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ 4 ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? എന്താണ് നമുക്ക് ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഏതൊക്കെ രീതിയാണ്? എന്താണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ആയിട്ട്? യെസ്, ഫിസിക്കൽ ബാരിയർ അല്ലെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ബാരിയർ, നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് എന്ത്? ഫിസിക്കൽ ബാരിയർ. ഇനിയോ ലിംഗ്വിസ്റ്റിക് ഓർ സെമാന്റിക് ബാരിയർ അല്ലെ. എന്താണ് ലിംഗ്വിസ്റ്റിക്? നമ്മൾ ഭാഷയിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്താണ്? ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സെമാന്റിക് ബാരിയർ എന്ന് പറഞ്ഞു അല്ലെ. യെസ്. ഇനി നെക്സ്റ്റ് വൺ കൾച്ചറൽ ബാരിയർ. എന്താ കൾച്ചർ? യെസ്, നമുക്ക് സാംസ്കാരികമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ നമ്മൾ വേറെ നാട്ടിലൊക്കെ പോയാൽ എന്താണ്? യെസ്, നമുക്ക് കാര്യമായിട്ട് അവരുടെ ആ ഒരു സംസ്കാര രീതി ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ എന്താണ്, നമ്മളെ നാട്ടിലെ പാവം അല്ലെങ്കിൽ നല്ല രീതി എന്ന് വിചാരിക്കുന്നത് അവിടെ എന്താണ്, അത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിക്കാരം. അപ്പൊ എന്താണ്, നമ്മൾ ആകെ ആകെ കൺഫ്യൂസ്ഡ് ആവൂലേ? അതാണ് എന്ത്? കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. ഇനിയോ ഓർഗനൈസേഷണൽ ബാരിയർ. എന്താ ഓർഗനൈസേഷണൽ ബാരിയർ? നമുക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതാണ് എന്ത്? ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയുന്നത്. യെസ്, എന്താണ്? യെസ്, അതായത് ഇപ്പൊ കുറേ എന്താ പറയാ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റൂൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, അവിടുത്തെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ചിലപ്പോൾ കുറേ റൂൾസ് കൊണ്ട് ചിലപ്പോൾ ഒരാളോട് സംസാരിക്കാൻ പോലും പറ്റൂല. അങ്ങനത്തെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ എന്താണ്, നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയൂല. അതാണ് എന്ത്? ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വൈ ആർ കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻസ് ഇമ്പോർട്ടൻറ്റ്? നെയിം ആൻഡ് എക്സ്പ്ലെയിൻ 3. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണ്? അതിന്റെ ഗൈഡ് ലൈൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ഇതൊക്കെ പാലിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? യെസ്, നമുക്ക് നോക്കാം. വൈ ദേ മാറ്റർ. ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് അതിനുള്ള കാരണമാണ് നോക്കുന്നത്. ദീസ് ഗൈഡ് ലൈൻസ് ഹെൽപ്പ് അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് മേക്ക് ഷുവർ ദ മെസ്സേജ് ഈസ് ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റുഡ്. അപ്പൊ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ പാലിച്ചാൽ എന്താണ്, നമുക്ക് കൂടുതൽ സംശയങ്ങളൊന്നും വരൂല. നമ്മൾ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യും, നമ്മൾ പഠിക്കാൻ തുടങ്ങും അല്ലെ. ഓക്കെ, പിന്നെന്താണ്? ദേ ഓൾസോ ഹെൽപ്പ് ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഇംപ്രൂവ് ടീം വർക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ നമുക്ക് കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. യെസ്, അതാണ് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം. ഇനിയോ അതിലെ 3 സിമ്പിൾ ടെക്നിക്കാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ബി എന്തൂസിയാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. യെസ്, അതുപോലെ അന്ന് ഇങ്ങനത്തെ ഒരു 3 ടെക്നിക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? യെസ്, ഏതാണ്? ബി എ ഗുഡ് ലിസണർ. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെ? പേ ഫുൾ അറ്റൻഷൻ വെൻ സംവൺ ഈസ് ടോക്കിംഗ്. നമ്മൾ ഒരാൾ പറയുമ്പോൾ നല്ല രീതിയിൽ അവരെ നല്ല രീതിയിൽ കേട്ടിരിക്കുക. ഓക്കെ, യെസ്, ലൈക്ക് എന്താണ്, അവരോട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒന്ന് ചിരിച്ച് ഒന്ന് തല കാട്ടി അതേലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ പറയാ. പിന്നെയോ കൺട്രോൾ യുവർ ഇമോഷൻ. ഡോണ്ട് ലെറ്റ് ആങ്കർ ഓർ സാഡ്നെസ് എഫക്ട് ഹൗ യു ടോക്ക്. നിങ്ങളിപ്പോ അവരിപ്പോ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ അങ്ങനെ ലൈക്ക് എന്താണ്, അവരെ ഒരു ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു രീതിയിലും അവരോട് പറയരുത്. അവരെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക. പിന്നെയോ ബി ക്ലിയർ. നല്ല രീതിയിൽ എന്താണോ പറയുന്നത് മനസ്സിലാക്കുക, കേൾക്കുക, ചോദിക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞാൽ അടിപൊളി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ?